പ്രസവത്തിന് വേണ്ടി 1 വർഷത്തോളം വീട് അടച്ചുപൂട്ടിയിട്ട് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീട് മാത്രമല്ല മൊത്തത്തിൽ ജീവിതം തന്നെ ഏകദേശം ഈ ഒരു രീതിയിൽ അലങ്കോലപ്പെട്ട് കിടക്കുവാണ്. എല്ലാം ഒന്നേന്നെ പഴയ പോലെ തിരിച്ചു കൊണ്ടുവരണം. മലക്കിടപ്പേ കിടക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് അവളുടെ സമയത്തിനനുസരിച്ച് ഈ പരിപാടികളൊക്കെ ചെയ്തു തീർക്കുമ്പോൾ ഞാൻ മനസ്സിൽ ഒത്തിരി ബഹുമാനത്തോടെ ഓർക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഒറ്റ പ്രസവത്തിൽ ഒന്നിലധികം കുഞ്ഞുങ്ങൾ ഉണ്ടായവരും, അല്ലെങ്കിൽ ഓൾറെഡി കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് ആ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ പുതിയ കുഞ്ഞു കൊച്ചിനെയും കൂടെ നോക്കേണ്ടി വരുന്ന അമ്മമാരെയൊക്കെയാണ്. ഈ അവസരങ്ങളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഈ അടിക്കിപ്പെറുക്കോ നമ്മുടെ കുഞ്ഞുങ്ങളോ ഒന്നുമല്ല, പക്ഷെ ചില മനുഷ്യരാണ്. ശരിയാ, കൊച്ചിനോട് വന്ന് നമുക്ക് അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. പാല് കുടിച്ചോ, ഉറങ്ങിയോ, കുളിച്ചോ, ഇതൊക്കെ തന്നെ ചോദിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ചോദിക്കുന്നതിനൊരു രീതിയില്ലേ? കുഞ്ഞ് പാല് കുടിച്ചോ, അമ്മ കുഞ്ഞിന് പാല് തന്നോ, കുഞ്ഞ് കുളിച്ചോ എന്നൊക്കെ എത്ര സുന്ദരമായി സംസാരിക്കാം ഈ അവസരങ്ങളിൽ. പക്ഷെ അതിനൊക്കെ പകരം അമ്മ കുളിപ്പിച്ചില്ലേ, അമ്മ പാല് തന്നില്ലേ, അമ്മ ഉറക്കിയില്ലേ എന്നൊക്കെ അത്രയും നേരം കുഞ്ഞിനെ നോക്കിയ അമ്മയ്ക്ക് കേൾക്കാൻ അത്ര സുഖമില്ലാത്ത രീതിയിൽ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തീർക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ കുഞ്ഞിന്റെ വിശപ്പ് ഇവരൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞില്ല എന്നെങ്കിൽ കൊച്ചു പട്ടിണി കിടന്നു പോയേനെ എന്നൊരു രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ കുഞ്ഞിന് പ്രത്യേകിച്ചൊന്നും മനസ്സിലാകത്തുമില്ല, ഒരു സന്തോഷവും തോന്നത്തുമില്ല. പക്ഷേ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന അമ്മയ്ക്ക് ആദ്യമൊക്കെ ഒഴിവാക്കി വിട്ടാലും പിന്നെ ഇത് ഇച്ചിരി ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ?